ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പിന്നെയും വീഡിയോ ആയിട്ട് വരണത്. എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് പുറകോട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം മാറ്റി നിർത്തി എല്ലാം ഞാൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഇതൊക്കെയാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. ചാനൽ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്കിൻ കെയർ ആണ്. നമ്മളത് സെറം കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഇട്ടു. അപ്പം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് മറന്നുപോയി നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ സെറം കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് എല്ലാം ഡോക്ടേഴ്സ് തരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ യൂസ് ആക്കാം. സോ ഇനി നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്തു. ഇനി നമ്മൾ കുഞ്ഞു വയറിനും കൂടി കെയർ കൊടുക്കണം. അതായത് നമ്മുടെ വയറ്റിലേക്ക് എന്തെങ്കിലും തിന്നാനിട്ട് കൊടുക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെക്കും. കാരണം എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ പ്രാന്താണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് സങ്കടം വരും ഒക്കെ ചെയ്യും. അതുകൊണ്ട് രാവിലെ തന്നെ എനിക്ക് വയറ്റിലേക്കുള്ള കെയർ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കും. അപ്പോൾ രാവിലെ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ ഉണ്ട്, അത് കട്ട് ചെയ്ത് കഴിക്കണം. പിന്നെ ചിക്കൻ ഉണ്ട്, അത് അടുപ്പത്ത് വെക്കണം. ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഡയറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ആവശ്യം വരാറില്ല ഇപ്പോൾ അടുക്കളയിൽ. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായി ഫീൽ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കിവിടെ ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്പിലൂടെ ഇന്നത്തെ ഡേ പോയാലോ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പാണ് നമ്മൾ ഇതാക്കുന്നത്. കുറച്ച് ഉപ്പ് മാത്രമേ ഇടുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഈ കൈ അളവാണ് കേട്ടോ, അതാണ് കൈ കൊണ്ട് തന്നെ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല. ഇങ്ങനെയാണ് ഞാൻ രാവിലത്തെ എൻ്റെ ചിക്കൻ എടുക്കുക. ഇതായിട്ട് ഫുഡ്. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി വേണമെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ കേട്ടോ. നമ്മളിത് കുഴച്ചിട്ട് കുറച്ച് എണ്ണയും കൂടി അയച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി നേരെ പെക്കയിലേക്ക് പോവുകയാണ്. പെക്കയിൽ പോയിട്ട് എനിക്ക് കുറച്ച് ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിഗ്മെൻറ്റേഷനൊക്കെ അടിച്ചിട്ട് ടാനൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മൾ ഡീറ്റാൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഫേസിൽ ഫുള്ള് ടാൻ അടിച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ കണ്ണിൻ്റെ ഇടയിലൊക്കെ നിറയെ കറുപ്പായി. ഉറങ്ങാത്തോണ്ടാ തോന്നുന്നു. ഞാനും ഇവിടെ ഓർമ്മയുണ്ടോ? അതെ, മേക്കപ്പ് ഇടുന്ന കുട്ടിയാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? ഫോർ മോർ മേക്കപ്പ് കോണ്ടാക്ട് ക്രിസ്റ്റീന. എന്തൊക്കെ ഇടുന്നുണ്ട് അവള്? സ്റ്റെപ്പാണ് ചെയ്യാൻ പോണത്. എന്താ ഡീറ്റാണ് അതൊക്കെ. റെഡി കുറവാ. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലായിട്ടുണ്ട്. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, അതന്നെയാണ്. അപ്പോൾ പെക്കയിൽ ഇപ്പോൾ കിഡിലിന് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പെക്കേൻ്റെ പേജ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഡിസംബർ കഴിയണവരെ ഉണ്ടാവുള്ളൂ ഓഫേഴ്സ്. അപ്പോൾ ആരും മിസ്സാക്കണ്ട. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഡീറ്റാൻ പ്ലസ് ക്ലീനപ്പിന് 799 രൂപയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആരും ചാൻസ് മിസ്സാക്കണ്ട. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, ആ ചാൻസ് മിസ്സാക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലീനപ്പും ടാനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡ് കഴിക്കണം. നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പോകുമ്പോൾ തന്നെ കഴിക്കാമല്ലോ. കാരണം ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ നല്ല വിശപ്പോട് കൂടി തന്നെ ഇറങ്ങിയത്. ഇപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. ഇനി പോയവിടെ കഴിക്കണം. അപ്പോൾ ക്ലീനപ്പ് ചെയ്തിട്ട് ഫേസിൽ കുറച്ച് ഗ്ലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിമ്പിൾസിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ കുത്തി പൊട്ടിക്കാറൊന്നുമില്ല. എടുത്ത് ഇവിടുന്ന് ക്ലീനപ്പ് ചെയ്യുമ്പോൾ അതെടുത്ത് കളയാറാണ്. അപ്പോൾ ആ മാർക്സ് കാര്യങ്ങളൊന്നും അധികം വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. ഞാനേ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇനി എല്ലാം മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് അയ്യോ ഞാൻ ഉച്ചക്ക് കഴിച്ചതിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഫുഡ് കഴിക്കാനിരുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എല്ലാം മാത്രമുണ്ട്. ഇനി പാത്രം കഴുകി വെക്കണം എന്നില്ല, അത്രയും ക്ലീനാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് പ്രൊമോഷൻസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വർക്കൗട്ട് കാര്യങ്ങളുണ്ട്, കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ജിമ്മിലേക്കാണ്. 6 മണിക്കാണ് പറഞ്ഞത്. കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വേഗം പോവുകയാണ്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലെത്തി. വന്നവിടെ ഫ്രഷായി, ബിക്കോസ് നല്ലപോലെ വേർത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല ടയേർഡ് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നാട് കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു മൈൻഡും ഫ്രഷാവും, ബോഡിയൊക്കെ നല്ലൊരു ഫ്രഷായിട്ടിരിക്കും. നല്ലൊരു സുഖമാണ് നമ്മൾ ജിമ്മിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നാട് കുളിക്കണത്. പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും ജ്യൂസ് അടിക്കണം. അപ്പോൾ അനാറുണ്ട്, അനാറ് പാലിലിട്ടിട്ട് ജ്യൂസ് അടിക്കാതെ വിചാരിച്ചു. നൈറ്റ് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കൽ കുറവാണ്. കഴിച്ചാൽ തന്നെ എന്തെങ്കിലും ചിക്കനോ സലാഡോ അങ്ങനത്തെയൊക്കെയാണ് കഴിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്കധികം വിശക്കണില്ല, എന്താണെന്നറിയില്ല. ഉച്ചക്കും ഞാൻ ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ, പക്ഷേ എനിക്കങ്ങനെ വിശക്കണില്ല. അപ്പോൾ പ്രോട്ടീൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, മേ ബി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അലക്കൊക്കെ ചെയ്തു, ഇവിടെ അടിച്ച് വാരി അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ. അതൊക്കെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. അതൊക്കെ നോർമലി നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ക്ലീനാക്കണം കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീനാക്കണ സംഭവമാണ്, അതുകൊണ്ട് തന്നെ അതൊരു പുത്തരിയല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളൊന്നും ലൈഫിൽ നടന്നിട്ടില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പ്രൊമോഷൻസ് ആയാലും അല്ലെങ്കിൽ ഷോപ്പിൽ പോയതാണെങ്കിലും പിന്നെ എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിച്ചതാണെങ്കിലും എല്ലാം പീസ്ഫുള്ളായിട്ടൊരു ഹാപ്പി ആയിട്ട് പോയി. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പഴയ പോലെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ വ്ളോഗ് കൊണ്ടുവരാൻ സാധിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാനുണ്ട്. സ്കിൻ കെയറിൽ രാത്രി നമ്മളൊരു ഓയിൽമെൻറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിമ്പിൾസ് ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇപ്പം നല്ലപോലെ കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞിരുന്നതാണ്. ഇനിയിപ്പം എന്താ ഉള്ളത്, നാളത്തെ വീഡിയോസിൻ്റെ കണ്ടൻസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ സ്കിൻ കെയർ ചെയ്യണം, ഫുഡ് എന്തെങ്കിലും അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം, കിടന്നുറങ്ങണം, സമാധാനത്തിൽ കിടന്നുറങ്ങണം. ഇത്രയൊക്കെയാണ് പ്ലാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്താം. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ട്, അതായത് എൻ്റെ വീഡിയോയിൽ ഇങ്ങനത്തെ കണ്ടന്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞാനിപ്പോൾ നോക്കിയിട്ട് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.